സാമ്പത്തിക ഞെരുക്കം ഉൾപ്പെടെ അടിസ്ഥാന വിഷയങ്ങൾ മറികടക്കാൻ പ്രഖ്യാപനങ്ങളില്ലാത്ത കേന്ദ്ര ബജറ്റ്. തലക്കെട്ടുകൾക്ക് മാത്രമേ ബജറ്റ് എന്ന വിമർശനം. കാർഷിക വിളകൾക്ക് മിനിമം താങ്ങുവിലയോ തൊഴിലില്ലായ്മ പരിഹരിക്കാനോ പര്യാപ്തമല്ല ബജറ്റ് എന്നാണ് വിലയിരുത്തൽ. രാജ്യം നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ, പ്രധാനമായും തൊഴിലില്ലായ്മ, വിലക്കയറ്റം, കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഒന്നും പരിഹരിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെയാണ് മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാം ബജറ്റ്. കർഷകരുടെ നീണ്ടകാലത്തെ ആവശ്യമായ ഭക്ഷ്യവിളകൾക്കുള്ള മിനിമം താങ്ങുവില ഉറപ്പു നൽകാതെ കിസാൻ ക്രെഡിറ്റ് കാർഡ് പരിധി 5 ലക്ഷം ആക്കുക മാത്രമാണ് ചെയ്തത്. കർഷകരുടെ വരുമാനം കൂട്ടാനും നടപടിയില്ലെന്നും മഹാഭൂരിപക്ഷത്തെ അവഗണിക്കുന്ന ബജറ്റെന്നും CPIM ലോക്സഭാ അംഗം കെ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. നമ്മുടെ രാജ്യത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കാനോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനോ യാതൊരു നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കുന്നില്ല. മിഡിൽ ക്ലാസിനെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള ചില പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ഈ ബഡ്ജറ്റിൽ ഉടനീളം കാണാൻ വേണ്ടി കഴിയുന്നത്. കർഷകൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയുള്ള യാതൊന്നും ഈ ബഡ്ജറ്റിൽ കാണാൻ കഴിയുന്നില്ല. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കും തിരിച്ചടിയായ ബജറ്റ് സാമ്പത്തിക ഞെരുക്കമെന്ന തുറന്ന് സമ്മതിക്കുകയാണ്. കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ച പല പദ്ധതികളുടെയും പിന്തുടർച്ച പോലുമില്ലാതെയാണ് ബജറ്റ് അവതരണം. കഴിഞ്ഞ ബജറ്റിൽ ഇന്റേൺഷിപ്പായിരുന്നു പ്രഖ്യാപിച്ചതെങ്കിൽ ഇത്തവണ ഫെലോഷിപ്പാണ് പ്രഖ്യാപനം. തൊഴിലവസരങ്ങൾ കൂട്ടാനുള്ള പ്രഖ്യാപനവുമില്ല. ആരോഗ്യമേഖല, വിദ്യാഭ്യാസ മേഖല എന്നിവയിലും വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടില്ല. ഇതിനു പുറമെ തെരഞ്ഞെടുപ്പെടുത്തിയിരിക്കുന്ന ബീഹാറിന് വാരിക്കോരി പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ കേരളം ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ അവഗണിച്ചു. ഈ സംസ്ഥാനങ്ങൾക്ക് പുതിയ പദ്ധതികളില്ല. ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങൾക്കും വേണ്ട പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടുത്തിയില്ല. മധ്യവർഗത്തിന് ആശ്വാസമാകുമെന്ന പ്രഖ്യാപനത്തോടെയാണ് ആദായ നികുതി ഇളവ് 12 ലക്ഷം വരെ പ്രഖ്യാപിച്ചത്. എന്നാൽ 1 ലക്ഷം വരെ ശമ്പളം ലഭിക്കുന്ന 2% ആളുകൾക്കാണ് ഇതിന്റെ ഗുണം ലഭിക്കുക. ഇതും ദില്ലി തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള പ്രഖ്യാപനമെന്ന വിമർശനവും ഉയരുന്നുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.